നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിൽ 4 MLA-മാർക്ക് സീറ്റില്ല. യുവാക്കൾക്ക് കൂടുതൽ പരിഗണന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിൽ ചർച്ച അന്തിമഘട്ടത്തിൽ. 11 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കാനും 4 പേരെ മാറ്റി നിർത്താനുമാണ് ആലോചന. ഇത്തവണ കൂടുതൽ പുതുമുഖങ്ങൾ മത്സര രംഗത്തുണ്ടാകും. PK ഫിറോസിനെ ജയിക്കുമെന്നുറപ്പുള്ള സീറ്റിൽ മത്സരിപ്പിക്കും. 2021 പോലെ 27 സീറ്റിൽ തന്നെയാകും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ലീഗ്. മലപ്പുറത്ത് പാർട്ടി മത്സരിക്കുന്ന 12 സീറ്റുകളും ജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ലീഗിന്. മലപ്പുറത്തെ മൊത്തം 16 മണ്ഡലങ്ങളിൽ തവനൂർ, പൊന്നാനി, നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ കോൺഗ്രസാണ് മത്സരിക്കുക. 3 തവണ ജയിച്ചവർ മാറി നിൽക്കട്ടെ എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പുറത്തെടുക്കുന്നില്ല. പകരം വിജയസാധ്യത പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക. മുതിർന്നവർ, യുവാക്കൾ, സ്ത്രീകൾ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് ഒരുങ്ങുന്നത്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ടേം വ്യവസ്ഥ ബാധകമാകില്ല. തിരൂരങ്ങാടി MLA KPM മജീദ്, മലപ്പുറം MLA P ഉബൈദുള്ള, മഞ്ചേരി MLA UA ലത്തീഫ്, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് എന്നിവർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയില്ല. PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, TV ഇബ്രാഹിം, PK ബഷീർ, നജീബ് കാന്തപുരം, മഞ്ഞളാംകുഴി അലി, അബ്ദുൽ ഹമീദ്, കുറുക്കോളി മൊയ്തീൻ, ആബിദ് ഹുസൈൻ തങ്ങൾ, MKM അഷ്റഫ്, N ഷംസുദ്ദീൻ എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും. ഇത്തവണ 2 വനിതകളെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് വിവരം. ഇതിലൊന്ന് ഉറപ്പായി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റായിരിക്കും. സുഹ്റ മമ്പാട്, നൂർബിന റഷീദ്, ജയന്തി രാജൻ എന്നിവരിൽ 2 പേരെ മത്സരിപ്പിക്കും. PK നവാസിന് ഇത്തവണ സീറ്റ് നൽകണം എന്ന അഭിപ്രായമുള്ള മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്. എന്നാൽ ഇക്കാര്യം വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രതികരണം. മുജീബ് കാടേരിക്കും സീറ്റുണ്ടാകും. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണയും നഷ്ടമായ മണ്ഡലമാണ് താനൂർ. PK ഫിറോസിനെ പരാജയപ്പെടുത്തി V അബ്ദുറഹ്മാനാണ് ഇവിടെ ജയിച്ചത്. ഇത്തവണ ആര് താനൂരിൽ മത്സരിക്കണം എന്ന ചോദ്യം ലീഗിൽ സജീവമാണ്. പ്രാദേശികമായ നേതാക്കൾ മത്സരിക്കട്ടെ എന്ന ആവശ്യം താനൂരിലുണ്ട്. എന്നാൽ V അബ്ദുറഹ്മാൻ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തിയാൽ ശക്തനായ നേതാവിനെ മുസ്ലിം ലീഗ് ഇറക്കിയേക്കും. MK മുനീർ താൽപര്യം പ്രകടിപ്പിച്ചാൽ കോഴിക്കോട് സൗത്തിൽ മത്സരിക്കും. കൊടുവള്ളിയിൽ മറ്റൊരാളെ കൊണ്ടുവരും. തെക്കൻ കേരളത്തിലും ഇത്തവണ പ്രമുഖ നേതാക്കളെ ലീഗ് മത്സരിപ്പിച്ചേക്കും. കളമശ്ശേരി മുസ്ലിം ലീഗിന് പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിരുന്നു. ഈ ആത്മവിശ്വാസത്തിലാണ് ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.